കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA-യുടെ 14ാമത് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി 20-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തുന്ന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടെ നടപടികൾ ആരംഭിക്കും. തുടർന്ന് 10 മണിക്ക് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് VB മനോജ് അധ്യക്ഷനാകും. ഓരോ കമ്പനിയുടെയും ഡയറക്ടർമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അനിൽ മംഗലത്ത്, അതുപോലെ വിജയകൃഷ്ണൻ, ഷുക്കൂർ കോളിക്കര എന്നിവർ, അതുപോലെ നമ്മുടെ ജില്ലാ ഹെഡായ ചെയർമാനായ പ്രദീപ് കുമാർ, മോഹൻ TV എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നത്, സാധാരണ സമ്മേളനങ്ങൾ നമ്മുടെ 2 വർഷത്തിന് ഒരിക്കലാണ് സമ്മേളനങ്ങൾ നടത്തുന്നത്. കൺവെൻഷനുകൾ ഒരു വർഷം സമ്മേളനം, 1 വർഷം കൺവെൻഷൻ. രാജ്യത്തെ കേബിൾ TV മേഖലയിലെ കോർപ്പറേറ്റ് അധിനിവേശ ശക്തികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി കഴിഞ്ഞ 35 വർഷക്കാലമായി സമാനതകളില്ലാത്ത ജൈത്രയാത്രയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ഒപ്പം കേരള വിഷനും നടത്തിവരുന്നത്. കേബിൾ TV പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾ പറയേണ്ടതില്ല. കാരണം ഞങ്ങളുമായി അല്ലെങ്കിൽ നമ്മൾ അതുപോലെയാണ് കേരളത്തിലെ മാധ്യമർക്കും കേബിൾ TVയെ പൂർണ്ണമായി ചേർത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കൺവെൻഷൻ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് PB മനോജാണ് അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. കേബിൾ TV മേഖല നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കൺവെൻഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള, അതുപോലെ ഓപ്പറേറ്റർമാർക്ക് ഗുണകരമാകുന്ന വാല്യൂ ആയിട്ട് സർവീസ് നൽകുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഞങ്ങൾ നൽകുന്നത്. കാസർഗോഡ് ജില്ലയിൽ 1 ലക്ഷത്തിലധികം ഡിജിറ്റൽ കേബിൾ TV വരിക്കാരും 60,000-ഓളം ബ്രോഡ്ബാൻഡ് വരിക്കാരുമുണ്ട്. 30 ലക്ഷം വരിക്കാരുള്ള കേരള വിഷൻ ഡിജിറ്റൽ TV ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ സേവനദാതാവാണ്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 12.5 ലക്ഷം വരിക്കാരുമായി രാജ്യത്തെ ഏറ്റവും വലിയ 6ാമത്തെ സർവീസ് പ്രൊവൈഡറായി മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഈ 2 വിഭാഗങ്ങളിലും വർഷങ്ങളായി 1ാം സ്ഥാനത്ത് തന്നെയാണ് കേരള വിഷൻ. മാത്രമല്ല, ഇന്ത്യയിൽ റൂറൽ കണക്ടിവിറ്റിയിലും അതത് രംഗത്തെ അതിവേഗ വളർച്ച രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ പട്ടികയിലും കേരള വിഷൻ 1ാമത് തന്നെ. ഇന്ന് രാജ്യത്ത് 1500 വരുന്ന MSO എഴുതിയും 1471 വരുന്ന ISP പ്രൊവൈഡർമാർക്കിടയിലും നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് 32 ലക്ഷം സേവന ദാതാക്കളുമായി കേരള വിഷൻ 5ാം സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഇന്റർനെറ്റ് രംഗത്ത് കേരള വിഷന്റെ സ്ഥാനം 6ാം സ്ഥാനത്താണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് നിന്ന് മാത്രം ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം കേരള വിഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പൊതുവെ 71 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഡിജിറ്റൽ കേബിൾ TV ഉപഭോക്താക്കളുടെ എണ്ണം 12 ദശലക്ഷം സബ്സ്ക്രൈബറുടെ എണ്ണത്തിൽ കുറവ് വന്ന് 61 മില്യൺ സബ്സ്ക്രൈബറായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിലെയും നഗരങ്ങളിലെയും ദൈനംദിന സംഭവ വികാസങ്ങൾ കൃത്യമായും വ്യക്തമായും പക്ഷപാതരഹിതമായും സമയബന്ധിതമായി പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും അടിസ്ഥാന വർഗങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമായി ജില്ലാ ചാനലും 3 പ്രാദേശിക ചാനലുകളും സംപ്രേഷണം ചെയ്തു വരുന്നു.
വാർത്തകൾക്ക് പുറമെ ജില്ലയിലെ പ്രധാന ഉത്സവാഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണവും വിനോദ വിജ്ഞാന പരിപാടികളും കോർത്തിണക്കി കാലോചിതമായ രീതിയിലാണ് ഈ 4 ചാനലുകളുടെയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിൽ 80-ൽ പരം പ്രാദേശിക ചാനലുകളും കേരള വിഷൻ ന്യൂസ് സാറ്റലൈറ്റ് ചാനലും പ്രവർത്തിക്കുന്നു. ഇതെല്ലാം മുൻനിർത്തി കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുകൊണ്ടുള്ള ബിസിനസ് സാധ്യതകളെക്കുറിച്ച് ഇത്തവണ കൺവെൻഷൻ വിശദമായി ചർച്ച ചെയ്യും. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള CCTV പ്രൊജക്ട്, എല്ലായിടത്തും സൗരോർജ്ജം, എല്ലാവർക്കും സോളാർ, വിനോദസഞ്ചാര മേഖലയ്ക്കകത്തെ സാധ്യതകൾ എന്നിവയെപ്പറ്റിയും കൺവെൻഷൻ DPR തയ്യാറാക്കി അവതരിപ്പിക്കും. വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ നിരക്ക് വർധനവ്, 5 വർഷത്തേക്കുള്ള പോസ്റ്റൽ ലൈസൻസ് ഫീയുടെ 100% വർധനവ്, ജിയോ, ഡിസ്നി, ഹോട്ട്സ്റ്റാർ ലയനമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചും കൺവെൻഷനിൽ സമഗ്രമായി വിശകലനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ സതീഷ് കെ പാക്കം, COA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV മനോജ്, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ, KCCL ഡയറക്ടർ M ലോകിതാക്ഷൻ, COA ജില്ലാ ട്രഷറർ P വിനോദ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TV മോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.